ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേമം എന്ന സിനിമയുടെ താരങ്ങൾക്കും അണിയറ പ്രവർത്തകർക്കും ഒപ്പം നമ്മൾ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. താങ്ക് യു സോ മച്ച്. ആദ്യമേ തന്നെ പ്രേമം എന്ന ഈ മനോഹരമായ സിനിമയ്ക്ക് വേണ്ടി അതിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഭാഗ്യവാന്മാരും ഭാഗ്യവതിയുമാണ്. എല്ലാവരും അഡ്മയർ ചെയ്യണു ആ ഒരൊറ്റ കാര്യത്തിൽ തന്നെ. കാരണം ഇന്നും റിലീസായിട്ട് ഇത്രയും ദിവസമായിട്ടും ഇപ്പോഴും ടിക്കറ്റ് കിട്ടാതെ ബലിയാടുകളായ കുറേ പേര് നമ്മുടെ ഓഡിയൻസിൽ ഇന്നും ഉണ്ട്. ഞാൻ എന്തായാലും ഭാഗ്യവതിയാണ്, എനിക്ക് കാണാനുള്ള ഭാഗ്യം ലഭിച്ചു, ടിക്കറ്റ് കിട്ടി. അത് പറയുമ്പോഴാണ് വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു ഫോർവേഡ് മെസ്സേജ് ആയിരുന്നു, പ്രേമത്തിന് കണ്ണും മൂക്കും മാത്രമല്ല ടിക്കറ്റും ഇല്ല എന്ന്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഇത്രയും നല്ലൊരു സിനിമയ്ക്ക്. അപ്പോൾ എന്തായാലും ഇന്നത്തെ സ്റ്റുഡൻസ് ഓളി തുടങ്ങുന്നതിന് മുമ്പ് ചോദ്യ ചടങ്ങുകളിലേക്ക് വരുന്നതിന് മുൻപ് വലിയൊരു കൈയടി നമ്മുടെ പ്രേമം ടീമിന് വേണ്ടി. പ്രേമത്തിലെ ഒരു പാട്ടും കൂടെ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് പാടി അത്ര സന്തോഷം, അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടർ മാത്രം പാടിയാലും ഞങ്ങൾ സന്തോഷിക്കും. എല്ലാവരും പാടും, ഞങ്ങൾ കൂടുതൽ സന്തോഷിപ്പിക്കാനാണ് തീരുമാനം. ഓക്കെ, അപ്പൊ പതിവായി എന്ന പാട്ടാണ് ഞങ്ങളുടെ റിക്വസ്റ്റ്. ഓക്കെ, എല്ലാവരും മേരിയെ നോക്കി പാട്ട് പാടിക്കോളൂ. പതിവായി ഞാൻ അവളെ കാണാൻ പോകാറുണ്ടേ, പതിവൊട്ടും തെറ്റാതെ ഞാൻ കാണാറുണ്ടേ, പല നാളെ ഉള്ളിലൊതുക്കിയ നോവാണെന്നേ, പറയാതിനി വയ്യാ നെഞ്ചിൽ തീയാണെന്നേ, തിരയിളകണമിടിയൊരു വരളി പൂവാണെന്നേ, മദനപ്പൂ ചെണ്ട് വിരിഞ്ഞത് പോലാണെന്നേ, മധുര17 പൊന്നാണെന്നേ, മഴവില്ല് വരച്ചതുപോലൊരു പെണ്ണാണെന്നേ, തിരയിളകണമിടിയൊരു വരളി പൂവാണെന്നേ, മദനപ്പൂ ചെണ്ട് വിരിഞ്ഞത് പോലാണെന്നേ, മധുര17 പൊന്നാണെന്നേ, അവളുടെ മണിമാറിൽ ചേർന്ന് മയങ്ങാൻ കൊതിയാ. മൊത്തത്തിൽ എല്ലാവരും ഭയങ്കര ഷൂട്ടാണെന്നുള്ള ഫീലൊന്നും തോന്നിയില്ല. നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന അതേ കാലഘട്ടത്തിൽ യൂസി കോളേജിൽ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനും ആഗ്രഹത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു, പക്ഷെ സാധിച്ചില്ല. നല്ലോണം പഠിക്കണോണ്ട് സാധിച്ചില്ല അത്. അപ്പോൾ എനിക്ക് അന്ന് ഭയങ്കര സത്യമായിട്ടും അന്ന് ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക്. പക്ഷേ യൂസി കോളേജിൻ്റെ ഫ്രണ്ട്, ക്യാൻറ്റീൻ എല്ലാം, അതായത് ഒരു പയ്യൻ 3 കൊല്ലം പഠിക്കുന്ന സംഭവം നമ്മൾ 25 ദിവസം ഒന്നും അവിടെ ഷൂട്ട് ഉണ്ടായത്. 25 ദിവസം കൊണ്ട് പഠിച്ചു, ആഗ്രഹം തീർത്തു. അതെ അതെ അതെ. എന്താണ് ഞാൻ വിളിക്കേണ്ടത്? ഗിരിരാജൻ കോഴിന്ന് വിളിക്കണോ അതോ ഷറഫുദ്ദീൻ എന്ന് വിളിക്കണോ? എന്താ പെങ്ങളെ? അപ്പൊ ഞാൻ ഗിരിരാജൻ കോഴി തന്നെ വിളിക്കാം. അതിനകത്ത് കുതിരപ്പുറത്ത് വരുന്ന സീനൊക്കെ ഉണ്ട്. ഇതിനു വേണ്ടി പഠിച്ചതാണോ അതോ? കുതിര കണ്ടിട്ടുണ്ട്? ഇല്ലില്ല, പഠിച്ചതാണ്. ഒരു 3-4 ദിവസം മുമ്പ് എന്നെ കൊണ്ടുപോയി പഠിപ്പിച്ചു. പറഞ്ഞ പോലെ മൂസിനൊക്കെ കൂടിയാണ് കൊണ്ടുപോയത്. ഇവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, കൊണ്ടുപോയി പഠിപ്പിച്ചു. അങ്ങനെയാണ് അത് ചെയ്തത്. അതെ, അതിനകത്ത് ആ ഒരു എന്താ അറബി. അതെ. എത്ര അത് പറഞ്ഞു, എത്ര ടേക്ക് എടുത്തു അതിന് വേണ്ടിട്ട്? ഇല്ല, ഒറ്റ ടേക്കില്. ആ അറബി ഡയലോഗ് ഒക്കെ ഒറ്റ ടേക്കിൽ വന്നു. അറബി ഡയലോഗ് ഒറ്റ ടേക്കിൽ. ഓർമ്മയുണ്ടോ? ഇല്ല, ഓർമ്മയില്ല. അല്ല, വേണമെങ്കിൽ ഓർക്കുന്നവരെ നമുക്ക് ടേക്ക് എടുക്കാം, കുഴപ്പമില്ല. ഇല്ല, ഞാൻ ഓർക്കല്ല. അത് അപ്പൊ പറഞ്ഞതാണ്, അല്ലാതെ ഒരിക്കലും അതൊന്നും പ്ലാൻ ചെയ്ത് വെച്ച് വന്നതല്ല. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു സംഭവം പറയും, ഇതുവരെ കേൾക്കാത്ത എന്തെങ്കിലും സാധനം അറബി പോലെ എന്തെങ്കിലും പറയും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, അത്ര. അത് ശരിക്കും അറബിയൊന്നല്ല, അത് കറക്റ്റ് അറബിയൊന്നും അല്ല. അത്യാവശ്യം പറയും, ഇടയ്ക്ക് പറയും ഷോട്ട് കഴിഞ്ഞിട്ടും. 2 ദിവസമല്ലേ പറയാറുള്ളൂ. അത് ഏറ്റവും കൂടുതൽ കിട്ടിയത് ആർക്കാ? എല്ലാവർക്കും കിട്ടാറുണ്ട്. അനുഭവിക്ക് കിട്ടിയിട്ടുണ്ടോ? ഫസ്റ്റ് മൂവി ആയതുകൊണ്ട് ഇങ്ങനെയാണോ, അയ്യോ ഇങ്ങനെയൊക്കെയാണല്ലോ, അപ്പൊ സംവിധായകൻ ചീത്തയൊക്കെ പറയും എന്നൊക്കെ ഒരു ചിലപ്പോ അതായിരിക്കാം. ഷോർട്ടിന്റെ സമയത്തല്ലേ കൂടുതൽ തെറിയേക്കാറ്, വെറുതെ അവിടെ ഇവിടെ ഓരോ ചീത്തയുമല്ല തെറിയേക്കുന്നാട്ടോ പറഞ്ഞത്. അല്ല, നൈസായിട്ട് എന്റെ ലെവലില് ഒരു കുഞ്ഞു കാര്യങ്ങള് അങ്ങനെയാണ് ഉണ്ടാകാറുള്ളൂ. അല്ലാണ്ട് ഷോർട്ടിന്റെ സമയത്തൊന്നും ആള് ചീത്ത പറയാറ്. നേരത്തെ പറഞ്ഞായിരുന്നു റാഗിങ്, ഓഡിഷൻ ഇതൊക്കെ, അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് പറഞ്ഞില്ല. സത്യം പോലെ പറയണം. ഫണ്ണിയസ്റ്റ് പാട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഫണ്ണിയസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ നേരം കാണാണ്ട വന്ന ഓഡിഷൻ. നേരം കണ്ടിട്ടില്ലായിരുന്നു. ആ ഒരൊറ്റ കാര്യം കേട്ടപ്പോൾ അൽഫോൻസ് ഞെട്ടിപ്പോയി. അൽഫോൻസിനെ എടുത്തു മേരി എന്തെങ്കിലും. അതെ, അതാണ് സംഭവം. നിവിൻ ചേട്ടൻ വന്നപ്പോഴും ഗെറ്റൗട്ട് അടിച്ചു എൻ്റെ അടുത്ത്, വേണ്ട നേരം കാണാണ്ടുള്ള ആരും ഇവിടെ വേണ്ടെന്നൊക്കെ പറഞ്ഞു. ആൻഡ് ഇറ്റ് വാസ് ഫൺ. എനിക്കങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ പകുതി പേടിയൊക്കെ മാറി. പിന്നെ ഇവര് വന്നപ്പോ ഇവര് കുറച്ച് ചാടിയിട്ടാ നിന്നത്. ആർക്കായിരുന്നു കൂടുതൽ ചാടാ? അപ്പുറത്തിരിക്കുന്ന കറുത്ത ഷർട്ടിനാണോ ഇപ്പുറത്തിരിക്കുന്ന ഓറഞ്ച് ഷർട്ടിനാണോ?
ഓറഞ്ച് ഷർട്ടിനെ ഞാൻ സ്ക്രീനിൽ കണ്ടതിന്റെ കാര്യം അവിടെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് പ്ലിങ്ങിയിട്ടാണ് ഞാൻ ഈ ചേട്ടനാണ് ആ ചേട്ടനൊക്കെ അറിഞ്ഞത്. പിന്നെ ഇയാള് പിന്നെ നോക്കണേ ഉണ്ടായിരുന്നില്ല ആ ഭാഗത്ത്, എവിടേക്കോ നോക്കിയിരുന്നു. നിവിൻ ചേട്ടൻ പിന്നെയും കുഴപ്പമില്ലായിരുന്നു, കമ്പനിയായിട്ട് സംസാരിച്ചിരുന്നു കുറച്ചൊക്കെ. ഇപ്പുറത്തെ ആളായിരുന്നു ഏറ്റവും ചാട. എന്തൊക്കെ കാര്യങ്ങൾ, പാവമാണ്, ജാടയാണ്. ഞങ്ങളിപ്പോ ഏതാ വിശ്വസിക്കേണ്ടത്? പിന്നെ കുഴപ്പമില്ല കേട്ടോ, പിന്നെ കുഴപ്പമില്ല. ഞാൻ അവിടെ ചെന്ന് ഇങ്ങനെ ചൊറിയും. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചിലപ്പോ ചീത്തയായിരിക്കും പറയാ, ഞാനിങ്ങോട്ട് ഇറങ്ങിപ്പോരും. നല്ല നല്ല ഉപദേശങ്ങൾ എന്തെങ്കിലും തന്നോ? അങ്ങനെയല്ല, ഇങ്ങനെയാണ് അഭിനയിക്കേണ്ടത്, ഭാവം ഇങ്ങനെ വരണം, കണ്ണിങ്ങനെ പോണം, കൈ ഇങ്ങനെ വരണം എന്നൊക്കെ പറഞ്ഞോ? അവർക്കറിയായിരിക്കും, പറഞ്ഞിട്ട് കാര്യമില്ല, നന്നാവും പോണില്ലെന്ന്. അതുകൊണ്ട് പറഞ്ഞില്ല പ്രത്യേകിച്ചൊന്നും. അതേപോലെ നിങ്ങൾക്ക് ഇതിനകത്ത് ഉണ്ടായിരുന്നതാണ്, ഇപ്പോൾ വിനയ്ക്ക് പാട്ട് പാടുന്ന പോലെ നിങ്ങൾക്ക് ഡാൻസ് കളിക്കാനുള്ള അവസരമാണ് കിട്ടിയത്. അതിൽ സായി പല്ലവി മലർ ടീച്ചർ കയറി ഒരു ഡാൻസ് കളിക്കുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോകുന്നൊരവസ്ഥയുണ്ട്. പക്ഷെ ആ കുട്ടി ശരിക്കും ഒരു ഡാൻസറാണ്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും അറിയാം, ഞങ്ങൾ ശരിക്കും ഡാൻസേഴ്സ് അല്ല. ആ ഒരു വ്യത്യാസം ഡാൻസ് കാണുമ്പോൾ അറിയാൻ പറ്റും. അതിൽ ടീച്ചർ ഡാൻസ് കളിക്കുന്ന മുഖത്തുണ്ടാകുന്ന ഒരു ഞെട്ടലുണ്ട്. ശരിക്കും സായി പല്ലവി സെറ്റിൽ വന്ന് ആദ്യം ഡാൻസ് കളിച്ചപ്പോൾ അതേ ഞെട്ടൽ നിങ്ങൾക്കും അനുഭവപ്പെട്ടോ? കഥാപാത്രങ്ങൾക്കല്ല, ജീവിതത്തിൽ ശരിക്കും അനുഭവപ്പെട്ടു? അനുഭവപ്പെട്ടു അല്ലേ? അനുഭവപ്പെട്ടു, തീർച്ചയായിട്ടും. നമ്മളൊന്നും കളിച്ചത് ഡാൻസേ അല്ല ഇത്രയും നാള്. അത് പിന്നെ കുറെ സംഭവം അൽഫോൺസിന്റെ ബുദ്ധിപരമായ എഡിറ്റിംഗ് ഉണ്ട്. ഓഡിയൻസ് ഇവരെയൊക്കെ കാണിച്ചേക്കുന്നു. ആ പാട്ട് മൊത്തം ഞങ്ങൾ കാണിച്ചെങ്കിൽ രണ്ടാലൊന്നും അറിഞ്ഞേ തീരുമാനമായേനെ. സോബിന്റെയും വിനയുടെ ഒക്കെ കുറെ സംഭവങ്ങളൊക്കെ കാണിച്ചു. അതാണ് അവൻ ഉഗ്രൻ എഡിറ്റർ എന്ന് ഞാൻ പറയാൻ കാരണം. പക്ഷെ എങ്ങനെയുണ്ടായിരുന്നു ആ സ്റ്റെപ്സ് ഒക്കെ? ശരിക്കും കൊറിയോഗ്രഫി ചെയ്ത് സായി പല്ലവി തന്നെയാണ്? സായി പല്ലവിക്ക് ഭയങ്കര പാടായിരുന്നു, കാരണം അവർക്ക് പാട് സ്റ്റെപ്പ് കളിക്കാറിയില്ല. അറിയില്ല, സോബിന്റെ പോലെ സിമ്പിൾ സ്റ്റെപ്പ് അറിയില്ല. അപ്പൊ അത് പിന്നെ നമുക്ക് വേണ്ടി അത് സിംപ്ലിഫൈ ആക്കിയതാണ്. നല്ല രസമായിരുന്നു. അതായത് വെളുപ്പിനെ 2 മണി 3 മണിക്കൊക്കെ യൂസ് കോളേജിന്റെ ഫ്രണ്ടില് ഞാൻ പറഞ്ഞില്ല, എനിക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഇങ്ങനെ ഡാൻസിലേക്ക് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അൽഫോൻസിനോട് പറഞ്ഞു, അളി എൻ്റെ എല്ലാ ആശയം എല്ലാം തീർന്നു. അതുപോലെ സായി നന്നായിട്ട് കളിക്കുമല്ലോ, നല്ല അടിപൊളിയായിട്ട് സ്റ്റെപ്പ് ഇടും. ഞങ്ങളത് ഞങ്ങളുടെ രീതിക്ക് ആക്കും. അങ്ങനെ ആയിട്ടൊക്കെയാണ് കളിച്ചേക്കുന്നത്. പിന്നെ നിവിൻ നല്ലോണം അത് അല്ലേ സഹായിച്ചു. സായി കാരണം ഫസ്റ്റ് നമ്മള് സായി കളിക്കണം പഠിക്കും. അത് കഴിഞ്ഞിട്ട് അൽഫോൻസ് വന്നിട്ട് പറയും, ഓക്കെ കളിച്ചു കാണിച്ചിട്ട് എല്ലാരും എടാ സെന്റർ നിവിനല്ലേ കളിക്കണം, നിവിൻ കളിക്കണ കളിക്ക് വേറെയും കളിക്കുന്നത്. സായി ഇങ്ങനെ നിവിന്റെ ഇങ്ങനെ കളിക്കും. നമ്മളിങ്ങനെ അറിയാ. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങള് 3-ാമത്തെ ദിവസം തൊട്ട് നിവിനെ നീ ഫസ്റ്റ് പഠിക്കും, പിന്നെ അത് പഠിച്ചാൽ മതിയില്ല, ഇതിപ്പോ 2 ഡാൻസ് പഠിക്കണ്ടല്ലോ. നിവിന് പകരമൊക്കെ വേറെ വല്ല ഡാൻസ് കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ സിംഗിൾ ഡാൻസ് ആയത് ഗ്രൂപ്പ് ഡാൻസർ അല്ലേ? നിങ്ങക്ക് തോന്നിയില്ലേ? അതാണ് അൽഫോൻസിന്റെ. അതേപോലെ ഇപ്പോൾ ആ ഒരു +2 കാലത്തിലേക്ക് പോയതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ സിനിമയിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാണിക്കേണ്ടി വന്നിട്ടുള്ളത് ഒരു +2 കാലഘട്ടം, ഡിഗ്രി, പിന്നെ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ജോലിയൊക്കെ ആയിട്ടുള്ള ഒരു കാലം. ഈ ഒരു അപ്പിയറൻസിലെ ഡിഫറൻസ് വരുത്തണമല്ലോ, അത് ഇതിനു വേണ്ടി കാര്യമായി ശ്രമിക്കേണ്ടി വന്നോ? മെലി ലെൻസ് എന്ന് പറഞ്ഞ ലെൻസ് ആനന്ദ് കൊണ്ടുവന്ന അതിട്ട് തന്നെ മെലിയും ബോംബെന്ന് കൊണ്ടുവന്ന. അതായത് ഫസ്റ്റ് കാലഘട്ടം ഡിഗ്രി ആയിരുന്നു, അത് കുഴപ്പമൊന്നുമില്ല, ഭയങ്കര രസമായിട്ട് ചെയ്തു. 3-ാമത്തെ കാലഘട്ടം വന്നു, അപ്പൊ ഭക്ഷണം കഴിക്കടാ എന്നുള്ള സീൻ കോൺട്രാ പാട്ടിൽ എനിക്ക് ഫുഡ് അടിയേ മാത്രമേ ഉള്ളൂ, ഞാൻ വേറെ ഒന്നും ചെയ്യില്ല, കഴിച്ചോ എന്നുള്ള സംഭവമായി. അത് കഴിഞ്ഞ് +2 വന്നു. +2 വന്നപ്പോൾ അൽഫോൻസ് ശക്തമായൊരു തീരുമാനം എടുത്തത്, ഇത്ര വെയിറ്റ് കുറച്ചാലേ ഷൂട്ട് നടക്കുള്ളൂ കേട്ടോ. ഓ അങ്ങനെയാണ്, ഷൂട്ടിംഗ് അങ്ങനെയായിരുന്നു. ഏറ്റവും അവസാനം ഷൂട്ട് ചെയ്തത് +2 കാലഘട്ടമായിരുന്നു. ഓക്കെ. പിന്നെ അതായത് മോസിനൊക്കെ ഇടയ്ക്ക് വെറുതെ അൽഫോൻസ് നിൽക്കും, ഞാൻ നിൽക്കുമ്പോൾ മോസ് ഇങ്ങനെ വയറൊക്കെ ചാടിയുണ്ടല്ലോ, വെറുതെ. അപ്പോൾ അൽഫോൻസ് വയറ് ചാടിയുണ്ടോ ശരിക്കും നിന്റെ? അങ്ങനെ അത് പേടിയായിരുന്നു, ആരെങ്കിലും വണ്ണം വെച്ചോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിധിയാണ്. പക്ഷെ അത് എല്ലാവരും ഡയറ്റ് എടുത്തു, നിവിൻ, ശബരി, ഞാൻ, സിജു, ഷർഫ, എല്ലാവരും. എല്ലാവരും ആ സമയത്ത് അൽഫോൺസ് വന്നിട്ട് ഷെയ്ക്കാൻ്റെ തരില്ല, ഇങ്ങനെ വന്നിട്ട് എന്തുണ്ടോ വിശേഷം, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വിളിക്കും. അതാണ് ഇങ്ങനെ ഫസ്റ്റ് കാലഘട്ടം എടുത്തുകൊണ്ടിരുന്ന സമയത്ത് അങ്ങനെ ചെയ്യുന്നത്. അല്ല, കാര്യമായിട്ടാണ് പറഞ്ഞത്, ഇങ്ങനെ നോക്കുകയും ചെയ്യും കറക്റ്റ് ആയിട്ട്. പക്ഷെ അത് സ്ക്രീനിൽ കണ്ടപ്പോ എല്ലാവരും പറഞ്ഞു, എടാ നീയൊക്കെ തനി +2 ആയി പോയില്ല. ശരിക്കും അതേ മറ്റേ നെല്ലിക്ക പോലെ അൽഫോൻസ്. ആദ്യമേ നമുക്ക് പ്രാന്ത് പിടിക്കും പല ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, സ്ക്രീനിൽ കാണുമ്പോണ്ടല്ലോ അൽഫോൻസ് ബഹുമാനം കൂടും. ഞാൻ അശ്വതി. എനിക്ക് ചോദിക്കാനുള്ള വെച്ചാൽ ക്വസ്റ്റ്യൻ ആയിട്ടല്ല, ശരിക്കും ഫിലിം ഇറങ്ങുന്നതിന് മുമ്പൊക്കെ നമ്മുടെ നാട്ടിലെ ആൺപിള്ളേരുടെ എല്ലാം പ്രൊഫൈൽ പിക്കും വാട്സപ്പിലെ DP ഒക്കെ മേരിയായിരുന്നു. അതേപോലെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പം മലറിൻ്റെയും ഒത്തിരി DPs കണ്ടു. പക്ഷെ ഇത്രയും സുന്ദരന്മാരുണ്ടായിട്ട് എന്തുകൊണ്ടാണെന്നറിയില്ല നിങ്ങളുടെ ആരുടെയും DPകളിൽ കണ്ടില്ല.
ഞങ്ങളുടെ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ കുറെ DP കിടപ്പുണ്ട് ഞങ്ങളുടെ. അതെ അതേ കണ്ടുള്ളൂ, അതാ ചോദിച്ചത്. അപ്പൊ കുട്ടി എന്റെ പടം DP ആക്കിക്കോളൂ. ആക്കിക്കോളൂ. ഇതിലിപ്പോ ഒട്ടുമിക്ക കൂട്ടത്തിലുള്ള എല്ലാവരുടെയും കുറെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. റിയൽ ലൈഫിൽ നടന്നേക്കുന്ന കുറെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ഷറഫ് പെടും. ഈ സിനിമയിൽ ഭയങ്കര നിഷ്കളങ്കനാണേ. നമ്മളാണെന്നുണ്ടെങ്കിൽ ഇത്തിരി കോഴിക്കാണല്ലോ. അതുകൊണ്ട് പുള്ളി ഇപ്പൊ സ്ഥിരമായിട്ട് എല്ലാ സ്ഥലത്തും പറയുന്ന, എല്ലാ ഇന്റർവ്യൂവിലും പറയുന്ന കാര്യമാണ് എല്ലാവരും റിയൽ ലൈഫായിട്ട് നല്ല ബന്ധമുണ്ട്. അല്ല, റിയൽ ലൈഫിലെ സിറ്റുവേഷൻസ് അവർക്ക് തന്നെ കൊടുത്തേ, വേറെ ആൾക്കാർക്ക് അങ്ങനെ കുറച്ചങ്ങോട്ട് മാറിപ്പോയി. ഷറഫിന് മാത്രം കറക്റ്റ് ആയിട്ട്. കറക്റ്റ്. ഈ ശംഭുവിന്റെ പച്ചക്കരിമ്പൊക്കെ ഇവന്റെ ലൈഫിൽ സംഭവിച്ചത്. ഞാൻ പുതിയൊരാളാണ് ഇവരുടെ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ. പക്ഷെ നിവിൻ്റെ ഓരോ വർക്കിലും ഓരോ മൂവ്മെന്റിലും ഓരോ ഷോട്ടിലും ഒക്കെ ഇവരുടെയൊക്കെ ഭയങ്കര കോൺഫിഡൻസ് കാണാം. ഓക്കെ, ഐ എം ഗോണ ഡു ഇറ്റ്. അപ്പോൾ നിവിൻ എന്താണെന്ന് നമുക്ക് ആ സ്ക്രീനിൽ കാണാം. അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് മലയാള സിനിമയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും മികച്ച ഒരു പേഴ്സാണ് ജോർജിന്റെ മലയാളം. അപ്പൊ എനിക്ക് ഗിരിരാജൻ കോഴിന്റെ മനസ്സിൽ വരുന്നുള്ളൂ, എന്നോട് ക്ഷമിക്കൂ. വിളിച്ചോ പെങ്ങളെന്ന് വിളിച്ചെങ്കിലും എനിക്ക് അങ്ങനെ വയല് വരുന്നുള്ളൂ. ഷറഫുദ്ദീൻ അല്ലേ, അങ്ങനത്തെ ഒരു ഇപ്പൊ അങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് അവിടെ ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. ചായ കുടിക്കാൻ കയറി കഴിഞ്ഞപ്പോ എല്ലാരും വന്നിട്ട് ഗിരിരാജൻ കോഴി എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. മണ്ണും പാൽ ചായം കുടിക്കാൻ വന്നാണോന്ന് ചോദിച്ചാൽ ഇപ്പൊ അതാണോ സ്ഥിര ഭക്ഷണം, ബണ്ണും പാൽ ചായയും? ഇവൻ തന്നാ മാത്രമേ ഞാൻ കഴിക്കുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും ഒരുപാട് പ്രേമം ഈ കോൺസെപ്റ്റിനോടുണ്ട്. പ്രേമത്തിനോട് വളരെയധികം പ്രേമത്തോടെയാണ് ഈ ചിത്രം നിങ്ങൾ പുറത്തിറക്കിയിരിക്കുന്നത്. അതിന്റെ റിസൾട്ട് 1 മടങ്ങല്ല 2 മടങ്ങല്ല 100 ഇരട്ടിയിരിക്കുന്നത്. അതിന് വലിയൊരു കൺഗ്രാറ്റ്സ്. ഇനിയും കാണാത്തവർ തീർച്ചയായും ഉടനെ തന്നെ ഈ സിനിമ കണ്ടിരിക്കും. അതിൻ്റെ റെസ്പോൺസ് നിങ്ങൾക്ക് മെസ്സേജായിട്ടും കോളുകളിലൂടെയൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഇനി അടുത്ത വെഞ്ചറിന് വേണ്ടിയിട്ട്. താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. പ്രേമം എന്ന ഈ ചിത്രം, മനോഹരമായ ചിത്രം ഞങ്ങൾക്ക് സമ്മാനിച്ചതിന് ഞങ്ങളുടെ സ്നേഹവും അന്വേഷണവും അഭിനന്ദനങ്ങളും ഒക്കെ നിവിനെയും അൽഫോൻസിനെയും ബാക്കി അണിയറ പ്രവർത്തകരെയൊക്കെ അറിയിക്കണം. അതോടൊപ്പം തന്നെ എടുത്തു പറയണം, ഇന്നത്തെ 3ാമത്തെ നായികയും നമുക്കിവിടെ കിട്ടിയിട്ടില്ല, മഡോണ സെബാസ്റ്റ്യൻ. വളരെ മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ ഓരോ ക്യാരക്ടർ, നിവിൻ്റെ അച്ഛൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ച രഞ്ജി സർ, ഇതിലെ പ്രിൻസിപ്പളായിട്ട് അഭിനയിച്ച മണിയമ്പിള്ള രാജു സാർ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അതെ, സൗബിൻ PT മാസ്റ്ററായിട്ട് വന്ന് എല്ലാ കഥാപാത്രങ്ങൾക്കും ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ. താങ്ക് യു സോ മച്ച്. ഇത്രയും സമയം സ്റ്റുഡൻസ് ഉള്ളിൽ വന്ന് നല്ല നല്ല രസകരമായ വിശേഷങ്ങൾ പങ്കുവച്ചതിന് വലിയൊരു കൈയടി പ്രേമം ടീമിന് വേണ്ടി. താങ്ക് യു സോ മച്ച്. വളരെ മനോഹരമാക്കിയതിന് ഈ എപ്പിസോഡ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ പ്രേമം എന്ന ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർക്കൊപ്പം ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ പങ്കുവച്ചു. സ്റ്റുഡൻസ് ഉള്ളിലൂടെ നമുക്കിനി വീണ്ടും കണ്ടുമുട്ടാം അടുത്ത എപ്പിസോഡിലൂടെ പുതിയ ചിത്രവുമായി പുതിയ വിശേഷങ്ങളുമായി.